ഇന്നലെ ആ വാർത്ത കേട്ട് എല്ലാവരുടെ മനസ്സും വേദനിച്ചിട്ടുണ്ടാവും അല്ലെ. ജയ്സൺ അങ്ങനെ ശ്രുതിനെ ഒറ്റക്കാക്കി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. ശ്രുതിയെ ദുരന്തങ്ങൾ ഒന്നായി പിറകെ പിന്തുടരുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നിപ്പോവും. ജയ്സന് ശ്രുതിയെ ചേർത്ത് പിടിച്ചതാണ്. ജയ്സൺ ഒന്നിൽ നിന്ന് തുടങ്ങാമെന്ന ആഗ്രഹത്തോടെ എന്നാലും ജയ്സൺ നമ്മളൊക്കെ പറഞ്ഞിരുന്നു, എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ ശ്രുതി ഒറ്റക്കാവും. ശ്രുതിക്ക് ആരില്ല, വീടില്ല, അച്ഛനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, ആരുമില്ല, ഞാൻ മാത്രമാണ്. ഞങ്ങൾ നല്ല രീതിയിൽ അന്തസ്സോടെ ഒന്നിൽ നിന്ന് തുടങ്ങി ഞാൻ അവളെ സംരക്ഷിക്കുമെന്നൊക്കെ നമ്മളോട് പറഞ്ഞതാണല്ലേ. ഇന്ന് ജയ്സനും നഷ്ടപ്പെട്ടു ശ്രുതിക്ക്. ശ്രുതി ശരിക്കും തനിച്ചാണിപ്പോ. നമ്മൾ കേരളം ഒന്നാകെ ശ്രുതിയെ ചേർത്ത് പിടിക്കേണ്ട ഒരു സമയം കൂടിയാണിത്. ശ്രുതിക്ക് ഇതും അതിജീവിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതൊക്കെ എന്താ പറയാ, കണ്ടു നിൽക്കുന്നതും കേട്ടു നിൽക്കുന്നതും നമുക്ക് എത്രത്തോളം വിഷമമുണ്ടെങ്കിൽ അതൊക്കെ അനുഭവിക്കുന്ന ശ്രുതിന്റെ ഒരു അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയാൽ മതി. ഓക്കെ, ഇങ്ങനെയുള്ള ദുരിതങ്ങൾ അല്ലെങ്കിൽ ദുരന്തങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വരാതിരിക്കട്ടെ. ദുരന്തങ്ങൾ വരുമ്പോൾ നമ്മൾ നല്ല സമയമല്ലെങ്കിൽ നമുക്ക് ദുരന്തങ്ങൾ വഴിയെ വന്നുകൊണ്ടിരിക്കുന്നൊക്കെ ശ്രുതിക്ക് ഇതും അതിജീവിച്ച് തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്കൊക്കെ.